2013 ഷിഫ്റ്റാണ്. ഇതിൽ നമുക്ക് 1,00,000 കിലോമീറ്റർ സർവീസാണ്. ഇത് നമുക്ക് ക്ലച്ച് ചേഞ്ച്, ടൈമിംഗ് ചേഞ്ച്, ഇൻലെറ്റ് ക്ലീനിങ്, EGR ക്ലീനിങ്, ഫുൾ സർവീസ് വർക്കാണത്. നമുക്കിതിൽ ഇതാണ് ഓയിൽ ലീക്ക്. നമുക്കിതിൽ ഓയിൽ ലീക്ക് വന്നിട്ട് ഈ ഭാഗത്ത് എഞ്ചിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ഇത് ഓയിൽ ലീക്ക് ഫുൾ ഓയിൽ ലീക്ക് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വരുന്ന പാക്കിങ്, ഇതിൻ്റെ ഓറിങ്ങുകൾ, ചെറിയ ചെറിയ ലീക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് അറസ്റ്റ് ചെയ്യണം. നമുക്ക് ഫുൾ എഞ്ചിൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഓയിൽ സെപ്പറേറ്റാണ് വരുന്നത്. ഈ ഓയിൽ സെപ്പറേറ്റിൻ്റെയും നമുക്ക് ലീക്കുകളൊക്കെ സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലിപ്പോൾ ഫുൾ സെറ്റ് ചെയ്തിപ്പോൾ ടൈമിംഗ് ചെയ്യുമ്പോൾ സെറ്റ് ഇതിൻ്റെ ക്രാങ്ക് ഓയിൽ സീൽ, ബാക്കിൽ സീൽ വരും. ഇതൊരു വലിയ സീലാണത്. അപ്പോൾ ഈ സീലും നമുക്കൊന്ന് മാറ്റി കൊണ്ടുവരണം. അതിൽ കൂടി ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഓയിൽ ലീക്ക് ആയി താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ക്രാങ്ക് സീലൊന്ന് മാറ്റി കൊണ്ടുവരും. പിന്നെ ഇതിൽ നമുക്കൊരു ടൈമിംഗ് ചെയിൻ, ഇതോടെ ടൈമിംഗ് ചെയിൻ കിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ പിരിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിൽ കണ്ടുള്ളൂ, ഇതിലൊക്കെ ഫുൾ ഓയിൽ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ടൈമിംഗ് ചെയിൻ കിറ്റ് നമുക്കൊന്ന് അഴിക്കും. ഈ കവർ ടൈമിംഗ് കവർ അഴിച്ചിട്ട് ടൈമിംഗ് ചെയിൻ കിറ്റും കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഇതിൽ ഇൻലെറ്റൊക്കെ അഴിച്ചിട്ടുണ്ട്. ഈ ഇൻലെറ്റൊക്കെ നമുക്ക് ഫുൾ സർവീസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇൻലെറ്റൊക്കെ ഉള്ളിൽ നല്ല ബ്ലോക്കാണ്, കാർബൺ ബ്ലോക്ക് ആയിരിക്കുന്നത്. അപ്പോൾ ഇൻലെറ്റൊക്കെ ഫുൾ സർവീസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇൻലെറ്റും EGR സെക്ഷൻ ചെയ്യേണ്ടി വരും. ഇതിന് ക്ലച്ച് സെക്ഷൻസ്, ക്ലച്ച് സെറ്റും കൂടി ഒന്ന് മാറ്റി കൊണ്ടു. കാരണം ക്ലച്ച് പ്ലേറ്റ് വന്നിട്ട് നമുക്ക് ഫുള്ളായി പോയത്. കാരണം അത്രയും നമുക്ക് ഫുള്ളായിട്ട് റിവിറ്റ് വരെ നമുക്ക് വരഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് ഫുള്ളായി റേറ്റിംഗ് ആണ്. ക്ലച്ച് സെറ്റും കൂടി ഒന്ന് മാറ്റി കൊണ്ടു വരും. ഇതിൽ പിന്നെ അടുത്ത ടർബോ സെക്ഷൻസ് ആണ്. ഈ ടർബോ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഇവിടെയും ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടർബോ ഒന്ന് നമുക്കിത് സർവീസ് ചെയ്യേണ്ടി വരും. ടർബോ സർവീസ് ചെയ്ത് ഇതിൻ്റെ പൈപ്പുകൾ ഒന്ന് മാറ്റി കൊണ്ടുവരും. കാരണം അത്രയും ഓയിൽ ലീക്കുകൾ ഇതിലുണ്ട്. അപ്പോൾ ഈ സെക്ഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കഷ്ടത്തിൽ നമുക്ക് റിലീസ് ബാരിങ് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം റിലീസ് ബാരിങ് ക്ലച്ച് മാറ്റുമ്പോൾ റിലീസ് ബാരിങ്ങും നമ്മൾ ഇതിന് ക്ലച്ചിൻ്റെ ടോപ്പ് സിലിണ്ടർ വരും. ആ ടോപ്പ് സിലിണ്ടർ കൂടി ഒന്ന് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ് ഉള്ളത്. അപ്പോൾ ടൈമിംഗ് സെക്ഷൻസ് ഇതാണ്. നമുക്ക് ടൈമിംഗ് ചെയിൻ ഇതാണ്. ടൈമിംഗ് ചെയിൻ നമുക്കിത് ഫുൾ സെറ്റ് മാറ്റും. ഇത് മാറ്റുമ്പോൾ നമുക്ക് ടൈമിങ്ങിൻ്റെ ഇത് വലിയ വീലാണത്. ഇത് വേണ്ടി സ്മാൾ വീല്. ഈ രണ്ട് വീലും സെറ്റ് ചെയ്യാൻ മാറ്റുന്നത്. അതുപോലെ ടൈമിൻ്റെ ടെൻഷൻസാണ്. ഇപ്പോൾ ടെൻഷൻ കൂടി നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ മാറ്റണം. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് പാഡും കൂടി നമ്മൾ സെറ്റ് മാറ്റി വിടും. ഇത് ടൈമിംഗ് കവർ പാക്കിങ്, ഇതിൻ്റെ പാക്കിംഗ് കൂടി നമുക്ക് മാറ്റി വിടേണ്ടി വരും. ടൈമിംഗ് കവർ പാക്കിംഗ് കൂടി നമുക്ക് പഴയത് ഇടണ്ട, ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ടൈമിംഗ് കവർ പാക്കിംഗ് കൂടി നമുക്ക് പുതിയത് മാറ്റി വിടും. പിന്നെ നമുക്കിതിൻ്റെ ഇത് വാട്ടർ പമ്പാണത്. ഇപ്പോൾ വാട്ടർ പമ്പ് നമുക്കിതിൽ ബാരിങ് ഹമ്മിങ് സൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ വാട്ടർ പമ്പ് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വിട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പിന്നെ ലീക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ബാരിങ് പോകുന്നത് അതൊരു ബാരിങ് മാറ്റി വിടുന്നുണ്ട്. ഇതാണ് ടൈമിംഗ് ഒരു സെക്ഷൻസ്. അപ്പോൾ ഇതിൽ ഓയിൽ പമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ടി നമുക്ക് പ്ലേറ്റൊക്കെ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രയും ലീക്സ് കാണുന്നത്. ഇത് നമുക്ക് ടൈമിംഗ് ചെയിൻ മാറ്റുന്നത്. ടൈമിംഗ് ചെയിൻ വന്നിട്ട് നമുക്കിത് ടൈമിംഗ് ചെയിൻ സെറ്റ് ഫുൾ സെറ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ടൈമിംഗ് ചെയിൻ കിറ്റ്. ഇത് നമുക്ക് MGP ഒറിജിൻ തന്നെ എടുത്തിട്ടുണ്ട് ടൈമിംഗ് കിറ്റ്. അതേമാതിരി നമുക്ക് ഇതിൻ്റെ ബിഗ് വീല്, വലിയ വീലാണിത്. ഈ വീല് നമുക്ക് MGP തന്നെ പുതിയ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്മാൾ വീലാണ്. സ്മാൾ വീല് നമുക്ക് എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിൻ്റെ പാഡ് സെറ്റാണ്. ഇതിൻ്റെ പാഡാണത്. സൈഡ് വരുന്ന ചെയിനിൽ വരുന്ന ലോഡ് ചെയ്യുന്ന പാഡാണത്. അപ്പോൾ പാഡ് 2 പീസ് വരുന്നത്. ഈ 2 പീസ് MGPൻ്റെ തന്നെ നമ്മൾ 2 പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഇതിലേക്ക് ചെയ്യുന്നത് ടർമോ സെറ്റ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ വീക്കാണ്. ടർമോ സെറ്റിൽ ചെറിയ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടർമോ സെറ്റ് ഒഴിക്കുന്നത് ഈ പൈപ്പിൽ നിന്നാണ് ലീക്ക് ആയിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഇത് സെറ്റ് തന്നെ നമ്മൾ മാറ്റി വിടണത്. അപ്പോൾ സെറ്റ് തന്നെ ടർമോ സെറ്റ് പുതിയത് അതേ MGP തന്നെ ഒറിജിനൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതൊരു സീലാണിത്. സീൽ ആക്സൽ സീൽ എന്ന് പറയും. ആക്സൽ സീൽ അതേമാതിരി വന്നിട്ട് നമുക്ക് 2 ആക്സൽ സീൽ മാറ്റണം. അതേമാതിരി ടൈമിംഗ് കവറിൻ്റെ സീൽ വരും. ആ സീൽ നമ്മൾ സെറ്റ് തന്നെ ടൈമിംഗ് ഒരു സീൽ മാറ്റി വിട്ടു. അടുത്ത നമുക്ക് അടിയിൽ ബാക്കിൽ വരുന്ന ക്രാങ്ക് സീലാണ്. ക്രാങ്ക് സീൽ വരുന്നത് ക്ലച്ചിൻ്റെ ബാക്കിൽ പ്ലൈവീലിൻ്റെ ബാക്കിൽ വരുന്ന സീലാണ് സീൽ. അത് നമുക്ക് ഒറിജിൻ തന്നെ സീൽ വാങ്ങിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒറിജിൻ സീൽ. എന്താ നമ്മൾ ടൈമിംഗ് കവർ പാക്കിംഗ് സെറ്റാണത്. ഈ പാക്കിംഗ് സെറ്റ് നമ്മൾ റെഡിയാക്കുന്നത്. ഇത് വാട്ടർ പമ്പ്, നമുക്കൊരു വാട്ടർ പമ്പ് ഒന്ന് മാറ്റുന്നുണ്ട്. വാട്ടർ പമ്പ് നമുക്ക് പോയി തന്നെ MGP തന്നെ വാട്ടർ പമ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു ടെൻഷനാണ്. കാരണം ഇത് ഓട്ടോ ടെൻഷനാണ്, നമ്മുടെ ചെയിൻ ടെൻഷനാണത്. അപ്പോൾ ടെൻഷൻസ് അഡ്ജസ്റ്റബിൾ ടെൻഷൻസ് വരും. ഇത് നമുക്ക് പോയി തന്നെ ഒറിജിൻ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലച്ച് സെറ്റാണത്. നമുക്ക് ക്ലച്ച് സെറ്റ് ഇത് പ്രഷർ പ്ലേറ്റാണത്. പ്രഷർ പ്ലേറ്റും ഇത് നമ്മൾ ക്ലച്ച് പ്ലേറ്റും ഇത് സെറ്റോടെ തന്നെ വയ്ക്കും. ഇതേമാതിരി ഹൈഡ്രോളിക് സിലിണ്ടർ, റിലീസ് ബാരിങ് എന്ന് പറയും. റിലീസ് ബാരിങ് ഹൈഡ്രോളിക് സിലിണ്ടറാണത്. ക്ലച്ച് അസംബറി, ക്ലച്ച് ഓപ്പൺ ഹൈഡ്രോളിക് സിലിണ്ടർ നമുക്ക് സെറ്റോടെ തന്നെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ സെറ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്.